ഇസ്രയേലിന് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറള്ള. ലെബനനെതിരെ സൈനിക നടപടി ഇസ്രായേൽ ആരംഭിച്ചാൽ നിയമങ്ങളും സംയമനവും ഇല്ലാത്ത യുദ്ധം ആരംഭിക്കുമെന്നാണ് നസറള്ള പറയുന്നത്. ഇസ്രായേൽ ലെബനോൺ അതിർത്തിയിൽ സംഘർഷസാധ്യത രൂക്ഷമാകുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം പുറത്തു വന്നത്. ലെബനോണിലെ യുദ്ധത്തെക്കുറിച്ച് ശത്രു പറയുന്നതും മധ്യസ്ഥരുടെ ഭീഷണികളും ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്നും ഇസ്രായേലിനാണ് ഇക്കാര്യത്തിൽ ഭയമെന്നും അദ്ദേഹം പറയുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതിനിടെ ലെബനോണിൽ രൂക്ഷമായ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് അനുമതി ലഭിച്ചതായും ഇസ്രായേൽ അധികൃതരും സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഇസ്രായേൽ അധികൃതർ രംഗത്തെത്തിയത്. സൈനിക ജനവാസ മേഖലകൾ, മാളുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ട വീഡിയോ ദൃശ്യം ഇസ്രയേലിനുള്ള ഒരു താക്കീതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള കമ്പനികൾ നടത്തുന്ന ഹൈഫയിലെ തുറമുഖങ്ങളുടെ ദൃശ്യം ചിത്രീകരിച്ചതായി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പൊങ്ങച്ചം പറയുകയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ള തകർക്കപ്പെടുകയും ലെബനോണ് മാരകമായി പരിക്കേൽക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ദിവസങ്ങൾക്ക് മുൻപ് യമനിലെ ഹൂത്തി വിമതരുടെ ആക്രമണത്തിനിരയായ കപ്പൽ കടലിൽ മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കപ്പലിലെ ഒരു നാവികൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. ഹൂത്തികൾ മുക്കുന്ന രണ്ടാമത്തെ കപ്പലാണിത്. ലൈബീരിയൻ പതാകയേന്തിയ ഗ്രീക്ക് ഉടമസ്ഥയിലുള്ള ട്യൂട്ടർ എന്ന കപ്പലാണ് ചെങ്കടലിൽ മുങ്ങിത്താണത്. ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹൂത്തികൾ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. കൽക്കരി കയറ്റിയ ഈ കപ്പലിന് നേരെ ജൂൺ 12-നാണ് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായത്. മിസൈലുകൾ, സ്ഫോടക വസ്തുക്കൾ നിറച്ച വിദൂര നിയന്ത്രിത ബോട്ട് എന്നിവ ഉപയോഗിച്ചായിരുന്നു അവർ ആക്രമണം നടത്തിയത്. ഈ കപ്പലിൽ നിന്ന് അവസാനം സന്ദേശം ലഭിച്ച സ്ഥാനത്ത് അവശിഷ്ടങ്ങളും എണ്ണപ്പാടയും കണ്ടെത്തിയതായി സൈനിക കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണത്തിൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള നാവികൻ കൊല്ലപ്പെട്ടതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ ഈ മരണവിവരം ഫിലിപ്പീൻസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ചെങ്കടലിൽ ഹൂതികൾ അവരുടെ യുദ്ധം ഇപ്പോഴും തുടരുകയാണ്.